ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഇപ്പോഴത്തെ ഒരു പ്രശ്നം? ഇപ്പോൾ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം ഈ പ്രദേശത്ത്, അതിലേക്ക് തന്നെ വരുന്നത്, ഈ പ്രദേശത്ത് നിങ്ങൾക്ക് കരമടക്കാൻ കഴിയുന്നില്ല. നിങ്ങളുടെ വസ്തുവിൽ, നിങ്ങളുടെ ഭവനം നിൽക്കുന്ന വസ്തുവിൽ നിങ്ങൾക്ക് കരമടക്കാൻ കഴിയുന്നില്ല. ആ കരമടക്കാൻ നിങ്ങൾക്കുള്ള തടസ്സം എന്താണ്? സംസ്ഥാന ഗവൺമെന്റ് ആണോ? ഞാൻ പറയാം തടസ്സം എന്താണെന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞു വരുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി കഴിഞ്ഞ 2022 1950-ൻ്റെയോ അതില്ലെങ്കിൽ 61-ൻ്റെയോ 75-ൻ്റെയോ കഥയല്ല, ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പ് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ള ഇടപെടലാണ്. അങ്ങനെ ഒരു ഇടപെടാനുണ്ടായിട്ടുള്ള സാഹചര്യം എന്താണ്? നിങ്ങൾക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാൻഡിഡേറ്റായി ഇവിടെ മത്സരിച്ചിരുന്ന നിങ്ങളുടെ MLA സഖാവ് ഉണ്ണികൃഷ്ണൻ നിങ്ങളുടെ ആ ഭൂമി പ്രശ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരിഹാരമുണ്ടാക്കുമെന്ന് നിങ്ങൾക്ക് വാക്ക് നൽകുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സമരം ചെയ്യുന്ന സമരസമിതിയുടെ നേതാക്കളായിരുന്നു എന്ന് എനിക്കറിയില്ല ഈ പ്രദേശവാസികളും അതേപോലെ തന്നെ ജില്ലാ കളക്ടർ, വഖഫ് മന്ത്രി അബ്ദുറഹ്മാൻ സാഹിബ്, അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനായിരുന്ന TK ഹംസ ഉൾപ്പെടെയുള്ളവരുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ച നടക്കുകയുണ്ടായി. ആ ചർച്ചയിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭൂമിയിൽ കരമടക്കാനുള്ള അനുമതി സംസ്ഥാന ഗവൺമെന്റ്, അത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള പഴയ ഗവൺമെന്റ് അല്ല, ഇപ്പോൾ വന്ന രണ്ടാമത്തെ ഗവൺമെന്റ് ഈ പ്രദേശവാസികളായിട്ടുള്ള പാവപ്പെട്ടവർക്കും ഈ പറഞ്ഞ റിസോർട്ടുകാർക്കും ഭൂമിയിൽ കരമടക്കാനുള്ള അനുമതി കൊടുത്തു. 404 ഏക്കറിൽ കരമടക്കാനുള്ള എല്ലാവർക്കും അനുമതി കൊടുത്തു. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വ്യക്തി, വാഴക്കാലക്കാരനായിട്ടുള്ള സലാം പട്ടാളം എന്ന് പറയുന്ന വഖഫ് സംരക്ഷണ വേദിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആ വ്യക്തി കേരള ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി. ഇത് വഖഫ് ഭൂമിയാണ്. ഇത് 1967-ലും 71-ലും 75-ലും ഒക്കെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഇത് വഖഫ് ഭൂമിയാണ് എന്ന് വളരെ കൃത്യമായി ഇതാ രേഖകൾ എന്ന് പറഞ്ഞുകൊണ്ട് ആ രേഖകൾ ബഹുമാനപ്പെട്ട കോടതിയുടെ മുന്നിൽ സമർപ്പിക്കുകയും കോടതി ആ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ഈ സംസ്ഥാനത്തെ ഒരു വ്യക്തി കൊടുത്ത ആ ഹർജിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എടുക്കപ്പെട്ട ആ തീരുമാനത്തെ റദ്ദ് ചെയ്യുകയാണ്. അടിവരയിട്ട് ഞാൻ പറയുന്നു, ഈ വിഷയത്തിൽ കോടതിയുടെ മുന്നിൽ വരുന്ന രേഖകൾ പരിശോധിച്ച് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിന് പരിഹാരം എന്താണ്? അങ്ങനെ ഒരു കോടതി ഒരു തീരുമാനം എടുത്താൽ ഞാനിതിലേക്ക് വരുന്നത് മാത്രമല്ല, കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ചു എന്ന് പറഞ്ഞു. ആര് തെറ്റിദ്ധരിപ്പിച്ചു കോടതിയെ? ആരാണ് തെറ്റിദ്ധരിപ്പിച്ചത്? രേഖകൾ സമർപ്പിച്ചവർക്ക്. രേഖകൾ സമർപ്പിച്ചവരെ കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അങ്ങനെ തെറ്റിദ്ധരിക്കാനുള്ള ഒരു കോടതിയാണോ കേരള ഹൈക്കോടതി? അല്ല, അത് വാഴക്കാലക്കാരനായിട്ടുള്ള സെക്കൻഡ് നമ്മുടെ ആങ്കർ പറയുമ്പോൾ ഈ സംസാരിക്കുന്നത് നമ്മുടെ ഹൈക്കോടതിയെ കുറിച്ചാണ്, ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചല്ല. കുഴപ്പമില്ല. സംസ്ഥാന ഗവൺമെന്റിനെ കുറിച്ചുമല്ല. കോടതിയെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കോടതിയെ ഒരു വ്യക്തി ചെന്നിട്ട് അങ്ങ് തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട കോടതി ആ വ്യക്തിയുടെ ഞാൻ പറഞ്ഞേക്കട്ടെ, ഞാനൊരു കാര്യം പറയുന്നത് കംപ്ലീറ്റ് ചെയ്യട്ടെ. നിലവിലുള്ള അവസ്ഥയിൽ ഒരു പ്രശ്നം മനസ്സിലാക്കണമല്ലോ. ആ വ്യക്തി നിലവിൽ കോടതിയെ സമീപിച്ചപ്പോൾ നേരത്തെ ആങ്കർ പറഞ്ഞു കോടതി തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. എങ്ങനെ? വാഴക്കാലക്കാരനായിട്ടുള്ള സലാം എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഹർജി കൊടുത്തപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അങ്ങ് തെറ്റിദ്ധരിച്ചിട്ട് ഈ ഫയലുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് അവിടെ കരമടക്കാൻ പറ്റൂല എന്ന് പറഞ്ഞെങ്കിൽ കോടതി അത്രമാത്രം നിലവാരമില്ലാത്ത അവസ്ഥയിലാണോ നമ്മുടെ ഹൈക്കോടതി ഉള്ളത്? കോടതി തെറ്റിദ്ധരിക്കപ്പെടാമല്ലോ. അങ്ങനെ കോടതി തെറ്റിദ്ധരിച്ചു, ഞാൻ സമ്മതിക്കുകയാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി വാഴക്കാലക്കാരനായിട്ടുള്ള ഒരു വ്യക്തി കൊടുത്ത ഹർജിയുടെ അടിസ്ഥാനത്തിൽ തെറ്റിദ്ധരിച്ചു. കോടതി ഇതിന്റെ ഫയലോ നേരത്തെ നടന്ന പറവൂർ കോടതിയുടെയോ ആ ഹൈക്കോടതിയുടെ തന്നെ വിധി ഒന്നും പരിശോധിച്ചിട്ടില്ല. കോടതി തെറ്റിദ്ധരിച്ചു. നമ്മുടെ രാജ്യത്ത് ഞാൻ കഴിഞ്ഞൊരു ചർച്ചയിൽ സംസാരിച്ചപ്പോൾ ആങ്കർ പറഞ്ഞു അങ്ങനെ ഭൂമിക്ക് വേണ്ടി സമരം ചെയ്യപ്പെടുന്ന ആളുകൾ സുപ്രീം കോടതിയിൽ പോകണമെന്നാണോ താങ്കൾ പറയുന്നത്? നിലവിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലേക്ക് നേരെ വരുന്ന വിഷയം, ഇതിലെ മുസ്ലിം സമുദായത്തെ, ഞാൻ സമരസമിതിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഭാരവാഹിയാണ് ഇവിടെ നിൽക്കുന്നത്. ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മാനസികമായിട്ടുള്ള പ്രയാസമുണ്ടാകുന്നത് ഈ വിഷയത്തിൽ ഒരു രീതിയിലുമുള്ള കക്ഷിയല്ലാത്ത മുസ്ലിം സമുദായത്തെയും വഖഫ് നിയമങ്ങളെയും
പച്ചയായ രീതിയിൽ, വളരെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരിക്കലും മുസ്ലിം സമുദായമോ മുസ്ലിം സംഘടനകളോ ഇതിൽ കുറ്റക്കാരല്ല. നിങ്ങളെ കുടിയൊഴിപ്പിക്കാൻ വേണ്ടി ഒരു മുസ്ലിം സമുദായ അംഗമോ ഒരു മുസ്ലിം സംഘടനയോ വന്നിട്ടില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഇടപെടലാണ്. അതിനെ നിയമപരമായി തന്നെ പരിഹരിക്കപ്പെടേണ്ട വിഷയമാണ്. ഇപ്പോൾ നാളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വഖഫ് മന്ത്രിയും ബാക്കി റവന്യൂ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ നാളെ പ്രശ്നം തീരുമല്ലോ, കോടതിയുടെ പരിഗണനയിലുള്ള വിഷയമല്ലേ, നാളെ പ്രശ്നം തീരുമോ?